നമുക്കിന്ന് വലിയൊരു കടുവയുടെ കഥ കേട്ടാലോ? അല്ലെങ്കിൽ വേണ്ട, ചെറിയൊരു കടുവയുടെ കഥയാവാം. ചെറിയ കടുവയോ? അതാരാ? കടുവയുടെ കുട്ടിയാണോ? കടുവയുടെ കുട്ടിയൊന്നുമല്ല, അവനാണ് നമ്മുടെ പൂച്ച. പൂച്ചയും കടുവയും തമ്മിൽ എന്താണ് ബന്ധം? ഉണ്ടല്ലോ, പൂച്ചയും കടുവയും പുലിയും എല്ലാം ഫെലിഡേ എന്ന ഫാമിലിയിൽ ഉൾപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇവർ പരസ്പരം ബന്ധമുണ്ട്. ഇവരുടെ ശരീരഘടനയും സ്വഭാവവും രീതികളുമെല്ലാം ഒരുപോലെയാണ്. അതുകൊണ്ട് കടുവയെ നമ്മൾ ബിഗ് ക്യാറ്റ് എന്നും നമ്മുടെ ചുറ്റുപാടും കാണുന്ന പൂച്ചയെ സ്മോൾ ക്യാറ്റ് എന്നും വിളിക്കാറുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഈ പൂച്ചയുടെ ചരിത്രം അറിയാമോ? ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ വളർത്തുപൂച്ചകളുടെയും പൂർവികർ ഏകദേശം 900 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ആഫ്രിക്കൻ കാട്ടുപൂച്ചകളാണ്. അവർ കാട്ടിൽ വേട്ടയാടി ജീവിക്കുന്നവരായിരുന്നു. എന്നാൽ പിന്നീട് മനുഷ്യർ കൃഷി ആരംഭിക്കുകയും ധാന്യങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ എലിയുടെ ശല്യം അവർ അനുഭവിക്കുകയുണ്ടായി. എലിയെ ഓടിക്കാനായിട്ടാണ് പൂച്ചകളെ ഇണക്കി വളർത്തി തുടങ്ങിയത്. പിന്നീട് കപ്പലുകളിൽ സഞ്ചാരം ആരംഭിച്ചപ്പോൾ അവിടെയും എലിശല്യം നേരിടേണ്ടി വന്നു. അപ്പോൾ പൂച്ചകൾ കപ്പലിലും ചേക്കേറി. അങ്ങനെ കടലിലൂടെ ലോകം മുഴുവൻ അവർ സഞ്ചരിക്കുവാൻ തുടങ്ങി. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ പൂച്ചകൾക്ക് രാജകീയ സ്ഥാനമുണ്ടായിരുന്നു. ദൈവത്തിന്റെ രൂപമായിട്ട് അവർ പൂച്ചകളെ കണ്ട് ആരാധിച്ചിരുന്നു. ഇങ്ങനെ രാജകീയ സ്ഥാനമെല്ലാം നൽകാൻ ഇവർക്ക് എന്താ വല്ല സൂപ്പർ പവേഴ്സും ഉണ്ടോ? ഉണ്ടല്ലോ, നമ്മുടെ പൂച്ചയ്ക്ക് കുറച്ച് സൂപ്പർ പവേഴ്സ് ഉണ്ട്. അവ എന്തൊക്കെയാന്ന് നോക്കിയാലോ? ഒന്നാമത്, പൂച്ചയുടെ കാഴ്ച ശക്തി. പൂച്ചയ്ക്ക് രാത്രിയിലും നന്നായി കണ്ണു കാണാൻ സാധിക്കും. അവർക്ക് നൈറ്റ് വിഷൻ പോസിബിൾ ആണ്. മനുഷ്യൻ ഇരുട്ടിൽ കാണുന്നതിനേക്കാളും നന്നായി പൂച്ചകൾക്ക് ഇരുട്ടിൽ കാഴ്ചകൾ കാണാൻ സാധിക്കും. അതുപോലെ രാത്രിയിൽ പൂച്ചയുടെ കണ്ണിലേക്ക് വെളിച്ചം പതിക്കുമ്പോൾ അത് തിളങ്ങുന്നതായി നമുക്ക് തോന്നും. അതുപോലെ തന്നെ പൂച്ചയ്ക്ക് അവരുടെ കൃഷ്ണമണിയുടെ ആകൃതി അതിവേഗം മാറ്റാൻ സാധിക്കും. നല്ല പ്രകാശമുള്ള സമയത്ത് അവരുടെ കൃഷ്ണമണി നേരിയ ഒരു വര പോലെയും പ്രകാശം കുറഞ്ഞ സമയത്ത് അത് ഗോളാകൃതിയിലോട്ട് മാറ്റുവാനുമുള്ള കഴിവ് പൂച്ചയ്ക്കുണ്ട്. ഇരുട്ടിൽ കൃഷ്ണമണി വലുതാവുകയും കൂടുതൽ വെളിച്ചം സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ വെളിച്ചം കൂടുതലുള്ള സമയത്ത് കൃഷ്ണമണി നേർത്ത ഒരു വരയാക്കി മാറ്റുകയും അധികമായ വെട്ടം കണ്ണിലേക്ക് അടിക്കുന്നത് തടയുവാനും പൂച്ചകൾക്ക് സാധിക്കും. ഇങ്ങനെ പ്രകാശം നിയന്ത്രിച്ച് അവർക്ക് കൂടുതൽ കാഴ്ചകൾ വ്യക്തതയോടെ കാണാൻ സാധിക്കും. എന്നാൽ നമ്മളെ പോലെ പൂച്ചകൾക്ക് എല്ലാ നിറങ്ങളും കാണാൻ സാധിക്കില്ല. പൂച്ചകൾ കൂടുതലായും നീലയും മഞ്ഞയും കലർന്ന നിറത്തിലാണ് കാഴ്ചകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പൂച്ച ലോകത്തെ കാണുന്നത്. നിങ്ങൾ അവന്റെ മീശ കണ്ടോ? അല്ല, പൂച്ചയ്ക്ക് എന്തിനാ മീശ? പൂച്ചയുടെ മീശകൾ വെറും രോമങ്ങളല്ല, നാടിയുടെ അഗ്രഹങ്ങളുള്ള പ്രത്യേക ഭാഗങ്ങളാണവ. അവ ഒരു സെൻസർ പോലെ പ്രവർത്തിക്കും. മീശയിൽ എന്തെങ്കിലും തട്ടിയാൽ ആ വിവരം ഉടൻ തന്നെ തലച്ചോറിലേക്ക് എത്തും. അത് കാഴ്ചയേക്കാൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കും. മീശ ഉപയോഗിച്ച് പൂച്ചയ്ക്ക് അളവെടുക്കാൻ സാധിക്കും. മീശ ഉപയോഗിച്ച് ഇടങ്ങിയ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുവാൻ കഴിയുമോ എന്ന് കൃത്യമായി അളന്ന് പരിശോധിക്കാൻ പൂച്ചയ്ക്ക് സാധിക്കും. അതിനാൽ വളരെ ഇടങ്ങിയ സ്ഥലങ്ങളിലൂടെ പോലും പൂച്ചയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കും. പൂച്ചയ്ക്ക് കോളർ ബോണുകളില്ല. അതിനാൽ തലയും മീശയും കടന്നു പോകാൻ പറ്റുന്ന ഏതൊരു സ്ഥലത്തു കൂടിയും പൂച്ചയ്ക്ക് കടന്നു പോകാം. അതുകൊണ്ട് തന്നെ പൂച്ചയെ ലിക്വിഡ് ക്യാറ്റ് എന്നും പറയാറുണ്ട്. അതായത് ഒരു വെള്ളം പോലെ ലിക്വിഡ് ആയിട്ടുള്ളതാണ്. ഏതൊരു പ്രതലത്തിലും അല്ലെങ്കിൽ ഏതൊരു വസ്തുവിലും ഈസി ആയിട്ട് ഫിറ്റ് ആവാൻ പൂച്ചയ്ക്ക് സാധിക്കും. പിന്നെ പൂച്ചകളുടെ ചെവിയിൽ 32 പേശികളുണ്ട്. അതുകൊണ്ട് പൂച്ചയ്ക്ക് തല ചലിപ്പിക്കാതെ തന്നെ ചെവികൾ 150 ഡിഗ്രി കറക്കാൻ കഴിയും. അതിനാൽ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് കൃത്യമായി അവർക്ക് കണ്ടെത്തുവാനും ഇരതേടൽ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ അവർക്ക് സാധിക്കും. ചെവി ഉപയോഗിച്ച് പൂച്ച നമ്മളോട് സംസാരിക്കാറുണ്ട്.
അതെങ്ങനെയെന്ന് നോക്കിയാലോ? ചെവി മുമ്പോട്ട് നിവർത്തി പിടിച്ചിരിക്കുകയാണെങ്കിൽ അവർ വളരെ സന്തോഷത്തിലാണെന്നും ആകാംക്ഷയോടെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുമാണ് അർത്ഥം. ചെവി പിറകിലോട്ട് നീക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ദേഷ്യത്തിലാണെന്നോ അല്ലെങ്കിൽ ഭയന്നിരിക്കുകയാണോ എന്നാണ് അർത്ഥം. ഇങ്ങനെയുള്ള സമയത്ത് അവരെ അധികം ശല്യപ്പെടുത്താണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇനി ചെവി താഴ്ത്തി പിടിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നോ അവർ എന്തെങ്കിലും അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടെന്നോ ആണ് അർത്ഥം. ഒരു ചെവി മാത്രം ചലിപ്പിക്കുകയാണ് എങ്കിൽ അവർ എന്തോ ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുകയാണ്, എന്തോ ശബ്ദത്തിൽ ഫോക്കസ് ചെയ്യുകയാണ് എന്നാണ് അർത്ഥം. ഈ പൂച്ച നല്ല ചാട്ടക്കാരനാണല്ലോ. അതെ, ഒരു പൂച്ചയ്ക്ക് അവന്റെ ഹൈറ്റിന്റെ 5 ഇരട്ടി ഉയരത്തിൽ ചാടാൻ സാധിക്കും. അയ്യോ, അപ്പൊ അവൻ വീഴില്ലേ? ഇല്ലെന്നേ, പൂച്ച എത്ര ഉയരത്തിൽ നിന്ന് ചാടിയാലും അവന്റെ കാലിൽ നിവർന്നു നിൽക്കാൻ സാധിക്കും. അതിനവരെ സഹായിക്കുന്നത് അവന്റെ വാലാണ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കാൻ അവന്റെ വാലുകൾ അവനെ സഹായിക്കും. എത്ര ഉയരത്തിൽ നിന്ന് ചാടിയാലും നിവർന്നു നിൽക്കാൻ ഇത് പൂച്ചയെ സഹായിക്കും. പൂച്ചയുടെ പിൻകാലുകൾക്ക് മുമ്പിലെ കാലുകളേക്കാൾ നീളവും ബലവും കൂടുതലാണ്. അതുകൊണ്ട് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ അവർക്ക് സാധിക്കും. കാലിന്റെയും വാലിന്റെയും പ്രത്യേകത കാരണം പൂച്ചയ്ക്ക് നല്ല ഉയരത്തിൽ നിന്നും ചാടുവാൻ സാധിക്കും. ഇനി വാൽ ഉപയോഗിച്ച് പൂച്ച എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? നമ്മുടെ പൂച്ചയ്ക്ക് നല്ല നിവർന്ന് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വാലുകളാണെങ്കിൽ അത് അവന്റെ സന്തോഷത്തെയും സൗഹൃദത്തെയും സൂചിപ്പിക്കുന്നു. അവന് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്നും ഈ നിവർത്തി പിടിച്ച വാല് സൂചിപ്പിക്കുന്നു. ഇനി അവന്റെ വാല് അവൻ അറ്റം ചുരുട്ടി പിടിച്ചിരിക്കുകയാണെങ്കിലോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ, അത് അവന്റെ കൗതുകത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവൻ കൂടുതൽ കളികളിൽ ഏർപ്പെടും. പൂച്ചകൾ വാല് താഴ്ത്തി പിടിക്കുന്നതിന് കാരണം അവർ ഭയന്നിരിക്കുമ്പോഴാണ്. ഭയന്നിരിക്കുമ്പോൾ അവർ അവരുടെ വാലുകൾ കാലിനോട് ചേർത്ത് താഴ്ത്തി പിടിക്കും. ഇനി വിറപ്പിച്ച വാലുകളോ? ശരീരമെല്ലാം വീർത്ത് രോമമെല്ലാം വീർത്തിരിക്കുന്ന പൂച്ചകൾ അവർ ഭയങ്കര ദേഷ്യത്തിലാണ്. അങ്ങനെയുള്ള പൂച്ചകൾ അക്രമകാരികളാവാൻ സാധ്യതയുണ്ട്. അതിന് കാരണം അവരുടെ ഭയമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പൂച്ചകളെ ശാന്തമായി വിടുക. പയ്യെ പയ്യെ വാലാട്ടിക്കൊണ്ട് പുറത്തെ കാഴ്ചകൾ കാണുന്ന പൂച്ചയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് അവരുടെ ക്യൂരിയോസിറ്റിയാണ് കാണിക്കുന്നത്. പയ്യെ പയ്യെ വാലാട്ടി അവർ ഓരോ കാര്യങ്ങൾ സൂക്ഷ്മമായി വീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചില പൂച്ചകളെ നമ്മൾ കണ്ടിട്ടില്ലേ, വാല് ശരീരത്തോട് ചേർത്ത് ചുറ്റിപ്പിടിച്ചിരിക്കുന്നത്? അതൊരു പുതപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കംഫർട്ടായിട്ട് ഉറങ്ങുവാൻ വേണ്ടിയിട്ടോ ആണ് പൂച്ചകൾ പ്രകാരം ചെയ്യുന്നത്. പൂച്ചയുടെ പാദങ്ങളുടെ താഴെയുള്ള മൃദുവായ ഭാഗത്തെ പാഡ് എന്നാണ് വിളിക്കുന്നത്. നല്ല മൃദുവായതിനാൽ പൂച്ചയെ ശബ്ദമുണ്ടാക്കാതെ നടക്കുവാൻ ഈ പാഡുകൾ സഹായിക്കുന്നുണ്ട്. പിന്നെ പൂച്ചകൾ വിയർക്കുന്നതും ഈ പാഡുകളിലൂടെയാണ്. അവരുടെ ശരീരത്തിൽ വേർപ്പ് ഗ്രന്ഥികളുള്ള ഒരേ ഒരു ഭാഗം പാഡുകളാണ്. ഈ പൂച്ചയുടെ കസേരയിൽ മാറുന്നത് കണ്ടോ? ഓ, അതവന്റെ പഴയ നഖത്തിലെ പാടുകൾ നീക്കം ചെയ്യാനും നഖത്തിന്റെ മൂർച്ച കൂട്ടുവാനും വേണ്ടിയാണ്. അയ്യോ, അപ്പൊ അവൻ എന്നെ മാന്തുമോ? അവൻ മാന്തൊന്നുമില്ല. ഈ പൂച്ചകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അവയ്ക്ക് അവരുടെ നഖങ്ങളെ പാദത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കും. വേട്ടയാടുമ്പോഴും മരം കയറുമ്പോഴും എല്ലാം മാത്രമാണ് നഖങ്ങൾ അവർ പുറത്തോട്ടെടുക്കുന്നത്. പിന്നെ ഇപ്രകാരം മാന്തുന്നത് വഴി അവർ അവരുടെ ടെറിട്ടറി മാർക്ക് ചെയ്യുകയാണ്. അത് അവരുടെ സിഗ്നേച്ചർ പോലെയാണ്. മറ്റൊരു പൂച്ചയും അവരുടെ ടെറിട്ടറിയിൽ പ്രവേശിക്കുവാൻ ഈ മാർക്കുകൾ അനുവദിക്കില്ല. പക്ഷെ എന്റെ വീട്ടിൽ പൂച്ചയെ വളർത്താൻ സമ്മതിക്കില്ല. അവർക്ക് വൃത്തിയില്ലെന്നാണ് അമ്മ പറയുന്നത്. ആര് പറഞ്ഞു വൃത്തിയില്ലെന്ന്? നമ്മളെക്കാൾ വൃത്തിയുണ്ട് അവർക്ക്. പൂച്ചകൾ വൃത്തിയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവരാണ്. അവർ സ്വയം വൃത്തിയാക്കുന്നതിനായി മണിക്കൂറുകളോളം രോമത്തിൽ നാവ് കൊണ്ട് നക്കും. പൂച്ചയുടെ നാവ് സാൻഡ് പേപ്പർ പോലെ പരുപരുത്തതാണ്. ഈ വൃത്തിയാക്കലിലൂടെ നായ്ക്കൾക്ക് തങ്ങളുടെ മണം കിട്ടുന്നതും ഒഴിവാക്കാൻ അവർക്ക് സാധിക്കും. പൂച്ചകൾ കളിക്കാനും ശരീരം വൃത്തിയാക്കാനും അത് കഴിഞ്ഞാൽ ഉറങ്ങാനുമാണ് കൂടുതൽ സമയം ചിലവാക്കുന്നത്. ഒരു പൂച്ച ഏകദേശം 14 മുതൽ 16 മണിക്കൂർ വരെ ഉറങ്ങുന്നവരാണ്. എന്തൊരു സുഖമാണല്ലേ? എനിക്കും ഒരു പൂച്ച ആയാൽ മതിയായിരുന്നു. സ്കൂളിൽ പോവണ്ട, പഠിക്കേണ്ട, കിടന്ന് നല്ല സുഖമായി ഉറങ്ങാം. എനിക്കൊരു പൂച്ചയെ കിട്ടുവാണെങ്കിൽ ഞാൻ അതിന് ഒരുപാട് പാല് കൊടുക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയോ?
പൂച്ചയ്ക്ക് പാൽ ഇഷ്ടമാണെങ്കിലും മിക്ക പൂച്ചകൾക്കും പാൽ ദഹിപ്പിക്കുവാനുള്ള കഴിവില്ല. പാല് കുടിക്കുന്നത് അവർക്ക് വയറുവേദനയ്ക്ക് കാരണമാകും. പാല് മാത്രമല്ല കേട്ടോ, ചോക്ലേറ്റ്, കാപ്പി, ഉള്ളി, മുന്തിരി ഇവയെല്ലാം പൂച്ചയ്ക്ക് നൽകാൻ പാടില്ല. ഇനി നമ്മൾ മനുഷ്യരെ പോലെ പൂച്ചയ്ക്ക് മധുരമൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. നമ്മുടെ പൂച്ചവിശേഷങ്ങൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല. ഈയൊരു വീഡിയോയിൽ നമുക്ക് അമ്മ പൂച്ചയുടെയും കുഞ്ഞു പൂച്ചകളുടെയും കഥ കേൾക്കാം. അതുവരെ നിങ്ങൾ കാത്തിരിക്കില്ലേ? അപ്പോൾ കൂടുതൽ പൂച്ച വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.